respected distinguished guests and before I start, let me introduce my guest, our guest today. We have Father Olafi. Maybe kindly please stand and let them know. Father Olafi from America. And Father James, actually he is from India. He was working in Australia, right now he is in South Africa. Along with him, he had his team, Ma College, she's from Cape Town. And Francisco, he is from Italy, and he is a seminarian. And Manuel from Puerto Rico. Right now they are doing a kind of a neo-catechumenal way of, a kind of evangelization in Pakalanga. And of course they are starting their mission in Botswana. So they will be here for some time. I don't see any other. Is there any sisters? I don't think. It's for your information. This community is known as St. Thomas Catholic Community, and we are following the Syro Malabar rite. And this rite was founded in India, as in the tradition of Eastern Church. That's the background of this community. ഇനി എൻ്റെ മലയാള ഭാഷയിലേക്ക് തിരിച്ചു വരാം. തീർച്ചയായും നമ്മൾ ഫെസ്റ്റിവൽ ഓഫ് ഫെയ്ത്ത് ആണെങ്കിലും വിശ്വാസ പരിശീലനത്തിൻ്റെ വാർഷികമായിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമുക്കിത് പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇടവക ദിനവും പാരിഷ് ഡേയൊക്കെ നമ്മുടെ ഇടവകളിൽ നമ്മൾ ആഘോഷിക്കാം. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് കാറ്റക്കിസത്തിന്റെ വാർഷിക ആഘോഷമാണെങ്കിലും അതിനോടൊപ്പം തന്നെ ഒരു ഇടവക ദിനമായിട്ട് ഞാനിതിനെ കാണുകയാണ്. നമ്മുടെ വളർച്ച നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു പേര് നമുക്കൊരിക്കലും ആക്കാൻ പറ്റില്ല. നമ്മുടെ ജോർജ് അച്ഛനാണ് ഈ കമ്മ്യൂണിറ്റി 2003 ഹെൻറി ചേട്ടനും അതോടൊപ്പം മറ്റുള്ളവരോടൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. 2003 അതിങ്ങനെ കുറേ നാള് ഇൻഫോർമലായിട്ട് നമ്മുടെ കുർബാനയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയായിരുന്നു. ഒരു 2004-05 കാലഘട്ടം വരെ. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പേര് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ ജോയി സാർ, പൈസേട്ടൻ, നമ്മുടെ ഹെൻറി ചേട്ടൻ, മാർഷൽ, വിനോയ് സാർ, ഇപ്പൊ ജോസേട്ടൻ, ഇങ്ങനെ ഇവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ കമ്മ്യൂണിറ്റി ഇത്രയും നാള് വളർന്നു വന്നത്. അവസാനം 2021 നമുക്ക് ഒരു ഫോമലായിട്ടുള്ള ഒരു ചട്ടക്കൂട്, നമുക്കൊരു ചാപ്ലിനേക്ക് അനുവദിച്ചിരിക്കൊണ്ട് നമ്മുടെ ആദ്യത്തെ ചാപ്ലിനായിട്ട് തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് വളർച്ച നമ്മുടെ ഈ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യുവാനായിട്ട് ഈ കമ്മ്യൂണിറ്റികളുടെയും മറ്റുള്ളവരിലേക്ക് പകർത്തുവാനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിതോടെ കൂടിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ദൈവത്തിന് നന്ദി പറയാം. ഈ വളർച്ചയുടെ ഈ കൂട്ടായ്മയുടെ വളർച്ചയ്ക്ക് നമുക്ക് നന്ദി പറയാം. പിന്നെ നമ്മുടെ ഈ ഒരു വിശ്വാസ പരിശീലനത്തിന്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ 2022 നമ്മളെ കാറ്റക്കിസം ഫോമലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് വളരെയേറെ പങ്കുവഹിച്ചത് സ്മിതാമകളുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ കാറ്റക്കിസം ടീച്ചേഴ്സ് തന്നെയാണ്. അവരെ തീർച്ചയായിട്ടും വളരെയേറെ അഭിനന്ദനം തീർച്ചയായിട്ടും അവർ അറിയിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പരിശീലിപ്പിച്ചു കൊടുക്കുവാനായിട്ട് അവരുടെ സമയവും അവരുടെ കഴിവും ഉപയോഗപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നമ്മൾ അവരെ അഭിനന്ദിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നമുക്കൊരു കൈവരിച്ചുകൊണ്ട് തന്നെ ഈ സദസ്സിന് നമ്മുടെ നന്ദി ഞാൻ ഈ വളർച്ചയുടെ കാലഘട്ടത്തിൽ 2012 ഞാൻ തോമസ് അച്ഛനും ബോട്സ്വാനയിലേക്ക് വരുന്നത്. 2012 ഒക്ടോബറിലാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. എനിക്ക് തോന്നുന്ന പൈസേട്ടനാണ് ഈ കൂട്ടായ്മയുടെ പ്രസിഡന്റായിട്ടിരിക്കുന്നത്. അപ്പൊ അന്നത്തെ കാലഘട്ടം തുടങ്ങി തീർച്ചയായിട്ടും ഓരോ കമ്മിറ്റിയുടെ കൂടെയും അവരുടെ കൂടെ സംസാരിക്കുവാനും അവരോട് പ്രവർത്തിക്കുവാനായിട്ട്
പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ പറയുന്ന നമ്മുടെ കാറ്റഗിസവും അതിന്റെ കൂട്ടായ്മയുടെ വളർച്ചയും ഇതൊരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് ചിലത് നടന്നിട്ടുണ്ട്, ചിലത് നടന്നിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൂട്ടായ്മയുടെ ബലം എന്ന് പറയുന്നത് കാലാകാലങ്ങളിലെ നേതൃത്വത്തിന്റെ കൂടെ കടന്നുപോയവരുടെ വീക്ഷണവും അതേപോലെ തന്നെ അവരുടെ പ്രയത്നവും അവരുടെ സമയം ചിലവഴിച്ചുകൊണ്ടാണ്. അത് ഇനിയും അങ്ങോട്ട് ഉണ്ടാകുവാനും കൂടുതൽ വളർച്ചയിലേക്ക് നമ്മളെ നയിക്കുവാനും കഴിയണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. തീർച്ചയായിട്ടും ചലഞ്ചുകൾ ഉണ്ടാവും, വെല്ലുവിളികളൊക്കെ ഉണ്ടാവും. ഞാൻ ഓർക്കുന്നു കൊറോണയ്ക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ബിനോയ് സാറിന്റെ നേതൃത്വത്തിലുള്ള സമയത്താണ് തോന്നുന്നത് നമ്മുടെ ഈ കാറ്റഗിസം നടത്താനായിട്ടൊരു വിഷ്വൽ ചർച്ച നടത്തിയായിരുന്നു. ഒരു തുടങ്ങാനായിട്ട് കാറ്റഗിസം നമുക്ക് എങ്ങനെ ആരംഭിക്കാം, എവിടെ ആരംഭിക്കാം. അപ്പോൾ അന്ന് ഞാൻ ഫേസ് ചെയ്ത ചില കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും എനിക്ക് ചലഞ്ചായിരുന്നു. ശരിക്കും പറഞ്ഞു ഒരു തീരുമാനം എടുക്കാനായിട്ട് ചലഞ്ചായിരുന്നു. പക്ഷേ ആ കൊറോണയ്ക്ക് ശേഷം വന്ന ഒരു ആറ്റിറ്റ്യൂഡൽ ചേഞ്ച് അത് ഒരുപാട് ഈ വളർച്ചയ്ക്ക് സഹായമായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചില നമ്മുടേതായിട്ടുള്ള എന്താ പറയുന്നത് ചില പ്രിജുഡൈസ് മൈൻഡുകൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ വർക്കൗട്ട് ആകാനായിട്ട് സമ്മതിക്കില്ല. അപ്പൊ ഈ ഒരു പരിപാലനം ദൈവം ഇപ്പോൾ ഒരു സാധനം വളർത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ആയാലും എത്ര കഴിവ് കുറഞ്ഞവരായാലും കഴിവ് കൂടിയവർ ആരുടെ കൂടെ ആയാലും അത് വളർത്തുമെന്നുള്ളതിന് ഇന്നിവിടെ ഈ വിശ്വാസ പരിശീലനത്തിന്റെ ആദ്യത്തെ വർഷം ആഘോഷിക്കുമ്പോൾ സന്തോഷത്തോടെ സ്മരിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഈ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യം നമ്മുടെ രാജ്യക്കുമാരൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. പീസ് ഐ ഗിവ് മൈ പീസ് ഐ ഗിവ് യു. ലുക്ക് നോട്ട് ഓൺ അവർ സിൻസ് ബട്ട് ഓൺ ദ ഫേസ് ഓഫ് യുവർ ചർച്ച്. ഗ്രാൻഡസ്റ്റ് പീസ് ആൻഡ് യൂണിറ്റി. അത് തന്നെയാണ് എപ്പോഴും ഞാൻ വിഷ് ചെയ്യുന്നത്. പീസ് ആൻഡ് യൂണിറ്റി. കർത്താവ് പോലും പ്രാർത്ഥിച്ചത് യൂണിറ്റിക്കും പീസും സമാധാനത്തിനുമാണ്. സമാധാനം നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഗ്രാൻഡസ്റ്റ് പീസ് ആൻഡ് യൂണിറ്റി. നമുക്ക് യൂണിഫോമിറ്റിയേക്കാളും കൂടുതൽ നമ്മുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെയും കാഴ്ചപ്പാടുകളെയും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സെയിന്റ് തോമസ് കാത്തലിക് കമ്മ്യൂണിറ്റി തീർച്ചയായിട്ടും